സുഖമാണോ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സമപ്രായക്കാരോടും ഒരു ലേറ്റ് 80s 90s അല്ലെങ്കിൽ ഏർലി 2000s പക്വതയുള്ള ഒരു തലമുറ എന്ന് വിളിക്കപ്പെടുന്നവരോടാണ്. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളെ എങ്ങനെ കെയർ ചെയ്തു എന്ന് കണ്ടവരാണല്ലേ. ചിലർ വളരെ സ്നേഹത്തോടെ അവരെ കൊണ്ട് നടന്നു. ചിലർ മെല്ലെ ഒന്ന് അവോയ്ഡ് ചെയ്തു. ചിലർക്ക് അവരുടെ മാതാപിതാക്കൾ വലിയൊരു ഭാരമായി മാറി. നമ്മൾ നല്ലതും തീയതും കണ്ടു. എന്നാൽ കൂട്ടുകാരി, എന്നെങ്കിലും അവർ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? They never failed us. അയ്യോ, എൻ്റെ നടു ഉളുക്കി നിന്നെ നോക്കി എനിക്കങ്ങ് വയ്യ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന് ഫുഡ് തരുന്നില്ല, നാളെ തിന്നാൽ മതി, എന്തെങ്കിലും സ്കൂൾ ഫീസ് അടയ്ക്കാൻ വൈകിട്ടുണ്ടോ? എന്നാ അവർ പ്രായമായി കഴിഞ്ഞപ്പോഴോ നമ്മൾ ബിസിയാണല്ലേ. അവർക്കൊന്ന് വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീടെന്ന് പറയും. അവർ തനിച്ചാണെങ്കിൽ കുറച്ച് എമോജീസ് അയച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിക്കും. ചിലരൊക്കെ മാതാപിതാക്കളൊന്ന് മരിച്ചു പോയായിരുന്നെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. യെസ്, ഇറ്റ് ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ഗസ്റ്റിംഗ്. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് പണത്തിൻ്റെ പുറകെ, പ്രൊമോഷൻസ്, വെക്കേഷൻസ്. എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളെ ഈ നിലയിലാക്കിയത് ആ 2 പേരാണ്. ആ 2 പേരെ നിങ്ങൾക്ക് മറക്കാൻ സാധിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് സമയമില്ലാത്ത പ്രശ്നമല്ല, നിങ്ങളുടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. മറക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട്, അതുപോലെ തന്നെയായിരിക്കും അവരും നമ്മളോട്. ഇത് കർമ്മയല്ല, ഇതിനാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഓടുന്നതൊക്കെ നല്ലതാണ്, എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ പ്രായമാകും തോറും മിണ്ടാപ്രാണികളായി മാറുകയാണ്. അവർക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കണം. അവരുടെ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നിങ്ങളുടെ കൈ പിടിച്ച് നടന്നവരാണവർ. നിങ്ങളും അവരുടെ കൈ പിടിക്കണം. സത്യം ഇതാണ്, അവർ ഇന്നിരിക്കുന്ന കസേര നാളെ എംപ്റ്റി ആകും. അത് കഴിയുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകും. നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല. ഗൈസ്, ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവൻ നിന്നവരാണ്. നിങ്ങളും അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. കാര്യം, കുറ്റബോധം ഒരിക്കലും നമ്മളെ വിട്ടുമാറത്തില്ല. ഇറ്റ് ഈസ് പെർമനൻറ്റ്.